Today we are going to discuss about the topic architecture of 8086, and currently we are dealing with the syllabus of computer engineering diploma, and the subject is microprocessor and interfacing, course code 5131. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8086 മൈക്രോപ്രൊസസ്സറാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഫങ്ഷണൽ പാർട്ട്, അതിൻ്റെ ഓരോന്നിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഇത് നോക്കുന്നതിൻ്റെ മുമ്പ്, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തത് 8086 ഒരു 16 ബിറ്റ് പ്രോസസ്സറാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് 16 ബിറ്റ് പ്രോസസ്സർ? ഒരു 16 ബിറ്റ് പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ പ്രോസസ്സറിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതും എല്ലാം എന്താണ്? 16 ബിറ്റ് ഡാറ്റേനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനെ സിമ്പിളായിട്ട് നമ്മൾ എന്താ പറയും? കേപ്പബിൾ ഓഫ് വർക്കിംഗ് ഓൺ 16 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ ഇൻ വൺ ഓപ്പറേഷൻ ഓർ ഇൻ വൺ സൈക്കിൾ. ഒരു സൈക്കിളിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? 16 ബിറ്റ് ഡാറ്റേനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ 16 ബിറ്റ് ഡാറ്റേനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സൊക്കെ വേണം, അല്ലേ, സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ. അപ്പോൾ ആ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സൊക്കെ എത്രയായിരിക്കും? 16 ബിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആർക്കിടെക്ചറിലേക്ക് ഒന്ന് നോക്കാം. ഇതിന് 2 യൂണിറ്റായിട്ടാണ് ഈ ആർക്കിടെക്ചറിനെ തിരിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റാണ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, അടുത്തതാണ് എന്ത്? എക്സിക്യൂഷൻ യൂണിറ്റ്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് കാണിച്ചിട്ടുള്ളതാണ്. ഇതുണ്ടോ, ഈ ഒരു ലൈന് കണ്ട് ഇതൊരു യൂണിറ്റ്, ഇത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, ഇതെന്താ? ഇത് അടുത്ത യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 യൂണിറ്റായിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്പർ യൂണിറ്റിനെ നമ്മൾ എന്ത് പറയും? അപ്പർ യൂണിറ്റിന് BIU എന്ന് പറയും. ലോവർ യൂണിറ്റിന് എന്ത് പറയും? നമ്മൾ EU എന്ന് പറയും. BIU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്, ഇൻ്റർഫേസ് യൂണിറ്റ്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ്. അടുത്തത് എന്താണ്? എക്സിക്യൂഷൻ യൂണിറ്റ്. ഓക്കെ, ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ്. ഈ 2 എണ്ണം എന്തിനാണ് ഇങ്ങനെ 2 എണ്ണമായിട്ട് ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ക്വസ്റ്റ്യൻ. എന്തിനാണ് ഇങ്ങനെ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് ലൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 യൂണിറ്റായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് പൈപ്പ് ലൈനിങ്? പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ പ്രോസസ്സറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ നോർമൽ പ്രോസസ്സറിനകത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു, ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു, അടുത്ത ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, ഫെച്ച് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നോർമലായിട്ടുള്ളൊരു പ്രോസസ്സറിൽ നടക്കുന്നത്. പക്ഷേ 8086 അങ്ങനെയല്ല നടക്കുന്നത്. 8086 എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നത്, എന്നിട്ട് ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂഷന് കൊടുക്കുന്നു. ഇത് എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷന് കൊടുക്കുമ്പോൾ വേറൊരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. അപ്പം നോർമലായിട്ടുള്ള പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫെച്ചിങ്, എക്സിക്യൂഷൻ. പക്ഷേ 8086 എന്താ ചെയ്യണത്? ഫെച്ചിങ്, എക്സിക്യൂട്ട്, 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 അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സേവ് ചെയ്യുക, ടൈം സേവ് ചെയ്യുകയാണ്, അല്ലേ? മറ്റത് ഫെച്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഒരു ഇൻസ്ട്രക്ഷന് എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് തന്നെ അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രോസസ്സറിന് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്റ്റേജ് വരുന്നില്ല. അപ്പോൾ നമുക്കവിടെ ടൈം സേവ് ചെയ്യുക, ആ സമയത്ത് തന്നെ വേറൊരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എന്താവും? മൊത്തം പ്രോസസ്സ് എന്താവും? സ്പീഡപ്പ് ആവും. അപ്പം പ്രോസസ്സറിൻ്റെ സ്പീഡപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് ലൈൻ ഉപയോഗിക്കുന്നത്. ആ പൈപ്പ് ലൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 യൂണിറ്റായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ആർക്കിടെക്ചറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഈ ആർക്കിടെക്ചറിലേക്ക് നമുക്ക് ഏതിൻ്റെ ആർക്കിടെക്ചർ വേണമെങ്കിലും, ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏത് പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ വേണമെങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ഈ ആർക്കിടെക്ചർ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഏത് പെൻഡിയം പ്രോസസ്സേഴ്സിൻ്റെ ആർക്കിടെക്ചർ പഠിക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്താ അത് ഇത്ര വലിയ ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പം ഏത് പ്രോസസ്സറിനകത്തും നമുക്ക് എന്താ ഉണ്ടാവുക? ഏത് പ്രോസസ്സറിനകത്തും ഒരു ഫെച്ചിങ് യൂണിറ്റും ഒരു ഡീകോഡ് യൂണിറ്റും ഒരു എക്സിക്യൂഷൻ യൂണിറ്റും ഉണ്ടാവും, അല്ലേ? ഈ ഓപ്പറേഷനാണല്ലോ നടക്കുക. ഫെച്ച് ചെയ്യുന്നുണ്ട്, ഡീകോഡ് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് എവിടെയുണ്ടെന്ന് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആർക്കിടെക്ചർ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫെച്ചിങ്ങും ഡീകോഡിങ്ങും എക്സിക്യൂട്ടൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആർക്കിടെക്ചറിലേക്കൊന്ന് നിങ്ങൾ നോക്കുക. ഈ ആർക്കിടെക്ചർ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ 2
എല്ലാം റെക്റ്റാങ്കുലർ ഷേപ്പിലാണല്ലേ ഇരിക്കുന്നത് അല്ലേ, എല്ലാം റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതും എല്ലാം. പക്ഷേ ഈ രണ്ടെണ്ണം മാത്രം എന്തുണ്ട്, വേറൊരു ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇതൊരു അരിത്തമെറ്റിക് സർക്യൂട്ടാണെന്ന്. ഡയഗ്രാം ഓഫ് അരിത്തമെറ്റിക് സർക്യൂട്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇതൊരു അരിത്തമെറ്റിക് സർക്യൂട്ടിൻ്റെ ഡയഗ്രാമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു ALU ഉണ്ട്, പിന്നെ ഒരു അഡ്രസ് ജനറേഷൻ സർക്യൂട്ടുണ്ട്. എന്താ ഉള്ളത്, ALU ആൻഡ് അഡ്രസ് ജനറേഷൻ സർക്യൂട്ട്. അങ്ങനെ രണ്ട് സർക്യൂട്ടുകളാണ് ഇതിനകത്തുള്ളത്. ALU എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നതാണ്. ഇവിടെ ഒരു അരിത്തമെറ്റിക് സർക്യൂട്ടും കൂടി ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ എന്തൊക്കെയുണ്ട് നോക്കാം. എന്താണ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പ്രോസസ്സറിന് ഇൻറ്റേർണലി റാമും റോമും ഒന്നുമില്ല. അതിനകത്ത് ഇൻ്റർമീഡിയറ്റ് ഡാറ്റേനെയൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ മെമ്മറിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ മെമ്മറിയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ ഇതിൻ്റെ ഔട്ട് സൈഡിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ ഈ പ്രോസസ്സറുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നത് ആരാണ്, ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഡാറ്റ, മെമ്മറിയിൽ നിന്നുള്ള ഡാറ്റേനെ ഇങ്ങോട്ടും അതുപോലെ ഇവിടെ നിന്നുള്ള ഡാറ്റേനെ, പ്രോസസ്സറിൽ നിന്നുള്ള ഡാറ്റേനെ ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ നടത്തുന്നത് ആര് വഴിയാണ്, ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് വഴിയാണ്. അപ്പോൾ അതാണ് ഈ ബ്ലോക്ക് വരച്ചതിൻ്റെ ഇത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർക്യൂട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡ്രസ് കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. എന്ത് അഡ്രസ് കാൽക്കുലേഷൻ, ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് ചെയ്യുന്നത്, ഫിസിക്കൽ അഡ്രസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മെമ്മറിക്കകത്ത് എവിടെയോ ആണ് ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് ഇരിക്കുന്നത്. ആ ഇൻസ്ട്രക്ഷൻ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റായിട്ട് മെമ്മറിയിൽ അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ലൊക്കേഷനാണ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. അത് ഇവിടെ നിന്ന് ഈ സർക്യൂട്ട് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ മെമ്മറി പോയിട്ട് ആ സ്ഥലത്ത് നിന്ന് ഡാറ്റേനെ എടുത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോർഷൻ നമ്മൾ പഠിക്കുകയാണ്. ഈ അഡ്രസ് കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ഇത് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരിത്തമെറ്റിക് സർക്യൂട്ടാണിത്. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിലെ അത് കറക്റ്റ് ചെയ്ത് ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തത്, ഇതിനകത്ത് 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. CS, DS, ES ആൻഡ് ഈ 4 എണ്ണം. CS, SS, DS ആൻഡ് ES, ഈ 4 എണ്ണമാണ് സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ പോയിൻ്റ് രജിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഈ രജിസ്റ്റേഴ്സൊക്കെ എന്താണ്, 16 ബിറ്റ് രജിസ്റ്ററുകളാണ്. പിന്നെ ഇവിടെ ഒരു 6 ബൈറ്റ് പ്രീഫെച്ച് ക്യൂ കാണുന്നുണ്ട്. പ്രീഫെച്ച് ക്യൂ ഉണ്ട്. അപ്പോൾ ഇതത്രയാണ് BIUൻ്റെ പാർട്സ്. എന്തൊക്കെയാണ്, ഒരു അരിത്തമെറ്റിക് അഡ്രസ് ജനറേഷൻ സർക്യൂട്ട് ഉണ്ട്, പിന്നെ 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ഉണ്ട്, ഒരു പ്രീഫെച്ച് ക്യൂ ഉണ്ട് ഉള്ളത്. ഇതാണ് BIക്കകത്ത് ഇത്രയും ഭാഗങ്ങളാണ് BIക്കകത്തുള്ളത്. ഇനി ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനി ഈ കോഡ് സെഗ്മെൻറ്റ്, CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് സെഗ്മെൻറ്റ്, SS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് സെഗ്മെൻറ്റ്, DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെഗ്മെൻറ്റ്, ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്. ഇതെല്ലാം സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സാണ്. എന്താണ്, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ്. സെഗ്മെൻറ്റുകളല്ല, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സാണ്. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ് ഇത് സെഗ്മെൻറ്റ്സ് ആണോ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ആണോ എന്ന്. അപ്പോൾ ഇതെല്ലാം എന്താണ്, സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സാണ്. ഇനി മെമ്മറി സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഭാഗം ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ആർക്കിടെക്ചർ പഠിക്കാൻ മാത്രമായിട്ട് നമുക്ക് അതിനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പം സാധാരണ 8086ൻ്റെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 MB മെമ്മറീനെയാണ് ഇതിന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. 1 MB മെമ്മറീനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക. ഈ 1 MBനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മെമ്മറീനെ എന്തായിട്ടുണ്ട്, മെമ്മറീനെ കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ സെഗ്മെൻറ്റ്സ് ആണ് എന്ത്, കോഡ് സെഗ്മെൻറ്റ്സ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ് ആൻഡ് എക്സ്ട്രാ സെഗ്മെൻറ്റ്. ഇത്രയും സെഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് തിരിച്ചിട്ടുണ്ട്, മെമ്മറീനെ തിരിച്ചിട്ടുണ്ട്. ഈ മെമ്മറീൻ്റെ ഓരോ സെഗ്മെൻറ്റ്സിൻ്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് ഈ രജിസ്റ്ററിലുള്ളത്. അപ്പോൾ കോഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എവിടെ ഉണ്ടാവും, CS രജിസ്റ്ററിലുണ്ടാവും. സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എവിടെ ഉണ്ടാവും, SS ഉണ്ടാവും.
ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് DS ഉണ്ടാവും, എക്സ്ട്രാ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിട്ട് ഉണ്ടാവും ES രജിസ്റ്ററിലുണ്ടാവും. അപ്പോൾ എന്താണ്, മെമ്മറീനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഓരോ സെഗ്മെൻറ്റ്സിൻ്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് ഈ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിലുള്ളത്. അപ്പോൾ നമുക്ക് എത്ര സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്? കോഡ് സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ് ആൻഡ് ES എക്സ്ട്രാ സെഗ്മെൻറ്റ്. ഈ സെഗ്മെൻറ്റ്സിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എവിടെയാണ് ഉണ്ടാവുക? CS രജിസ്റ്ററിൽ, SS രജിസ്റ്ററിൽ, ഡാറ്റ രജിസ്റ്ററിൽ ആൻഡ് എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്ററിലായിരിക്കും ഉണ്ടാവുക. ഇനി IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററാണ്. ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഡ് സെഗ്മെൻറ്റിനകത്തായിരിക്കും നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത്. നമ്മുടെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ കോഡ് സെഗ്മെൻറ്റിനകത്ത് ഓരോ ഇൻസ്ട്രക്ഷനും എവിടെയാണ് എന്നുള്ളതിൻ്റെ അഡ്രസ്സാണ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ആ ഓഫ്സെറ്റ് അഡ്രസ്സ് എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. കൺഫ്യൂഷനൊന്നും ആവണ്ട, നമുക്കത് എന്താണ് അഡ്രസ്സ് എന്നുള്ളതൊക്കെ മെമ്മറി സെഗ്മെൻറ്റേഷനിൽ പഠിക്കുമ്പോൾ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്താ, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്താണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഒരു കോഡ് സെഗ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. കോഡ് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇതാണെന്ന് വിചാരിക്കുക. ആ അഡ്രസ്സ് എവിടെയുണ്ട്? ആ അഡ്രസ്സ് കോഡ് സെഗ്മെൻറ്റിനകത്ത് ഉണ്ടാവും. ആ കോഡ് സെഗ്മെൻറ്റിനകത്ത് ഇപ്പോൾ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ നിന്ന് എത്ര ദൂരെയാണ് ഈ ഇൻസ്ട്രക്ഷൻ ലൊക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് കറക്റ്റായിട്ടും പറയാം. ആ അഡ്രസ്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തെടുത്ത് അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്യും. അങ്ങനെയാണിത് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താണ്? 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. CS, SS, DS, ES. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ പോയിൻ്ററുണ്ട്. CS എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത് എന്താ ഉള്ളത്? കോഡ് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. അങ്ങനെ എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് ആ 4 രജിസ്റ്ററിലുണ്ട്. ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതൊരു പ്രീഫെച്ച് ക്യൂ ആണ്. അപ്പോൾ ഈ പ്രീഫെച്ച് ക്യൂവിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടുന്ന് മെമ്മറിയിൽ നിന്ന് നമ്മൾ ഇൻസ്ട്രക്ഷനെ എടുത്തു കൊണ്ടുവന്ന ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഡാറ്റാബേസ് വഴി എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? ഈ പ്രീഫെച്ച് ക്യൂവിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ക്യൂവിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത അതേ ഓർഡറിൽ തന്നെ കിട്ടാൻ നമ്മൾ ക്യൂ ഉപയോഗിക്കുക. സ്റ്റാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലാസ്റ്റ് എടുത്ത ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഫസ്റ്റ് വരിക. അപ്പം നമ്മൾ ക്യൂവിലാണെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫസ്റ്റ് ആരാ വന്നേ അയാൾ തന്നെ ഫസ്റ്റ് ഔട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മെമ്മറിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? ഈ പ്രീഫെച്ച് ക്യൂവിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് BIOയിലുള്ളത്. ഒന്നാമത്തത് എന്താണ്? ഒരു അഡ്രസ് ജനറേഷൻ സർക്യൂട്ട്. അതൊരു ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിലെ അഡ്രസ്സിനെയാണ് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് ആ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നേരെ എവിടെ കൊണ്ട് നോക്കുന്നു? ഈ പ്രീഫെച്ച് ക്യൂവിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നെ CS, SS, DS, ES എന്നൊക്കെ പറഞ്ഞ 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് മെമ്മറീനെ സെഗ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CS രജിസ്റ്ററിൻ്റെ എന്താണ്? ഓഫ്സെറ്റ് അഡ്രസ്സാണ്. CS കോഡ് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? IPക്കകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൻ്റെ പറയാനുള്ളത്. ഇനി അടുത്തത് എക്സിക്യൂഷൻ യൂണിറ്റിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നോക്കാം. എക്സിക്യൂഷൻ യൂണിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. എത്ര ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്? 4 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന് പറയുന്ന പേരാണ് AX, BX, CX, DX എന്ന് പറയുന്നത്. എന്തിനാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണയായിട്ട് ഇൻ്റർമീഡിയറ്റ് ഡാറ്റേനെയും റിസൾട്ടിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഈ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രൊസസ്സറിനകത്ത് നടക്കുന്ന ഡാറ്റാസിനെ, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ റിസൾട്ടിനെയും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ആരാണ്? ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 4 ഉണ്ട്. പിന്നെ ബാക്കിയുള്ളത് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ്. സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് SP, BP, SI, DI. ഫുൾ ഫോം സ്റ്റാക്ക് പോയിൻ്റർ, ബേസ് പോയിൻ്റർ, സോഴ്സ് ഇൻഡെക്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്. ഓക്കെ, ഇനി ഈ എന്താണ് ഈ AX, BX, CX, DX എന്ന് കാണിച്ചിട്ട് AH, AL, BH, BL, CH, CL, DH, CL എന്ന് കാണിച്ചിരിക്കുന്നതല്ലേ? അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AX, BX, CX, DX എന്ന് പറയുന്നതെല്ലാം എന്താണ്? ഒരു 16 ബിറ്റ് രജിസ്റ്ററാണ്. എന്താണ്? 16 ബിറ്റ് രജിസ്റ്ററാണ്. ഓക്കെ, 16 ബിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ എന്താണ്? 16 ബിറ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണെന്ത്? AX എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ രജിസ്റ്ററിനെ തന്നെ 2 8 ബിറ്റ് രജിസ്റ്റർ ആക്കാം, 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആക്കാം. അപ്പോൾ
16 ബിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ 2 8 ബിറ്റ് രജിസ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ALഉം AH എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡാറ്റ ഉണ്ട്, 1 2 3 4 എന്ന് പറയുന്ന ഒരു ഡാറ്റയാണെന്ന് വെച്ചോ. ഇതൊരു 16 ബിറ്റ് ഡാറ്റയാണ്. അപ്പോൾ ഇതിനെ എവിടെ കൊള്ളും, ഇത് നമ്മുടെ AX രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. 1 2 3 4 AXO BXO CXO DX അതിലേക്ക് കൊള്ളും. ഇനി നമുക്ക് ഇതിന് 2 8 ബിറ്റ് ഡാറ്റയാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതാക്കാം. 34 എന്നുള്ളതും 1 2 എന്നുള്ളതും നമുക്ക് 2 എണ്ണാക്കി മാറ്റാം. അപ്പോൾ ഈ 34 ഒരു 8 ബിറ്റ് ഡാറ്റയാണ്. അതുപോലെ ഈ 12 എന്താണ്, 12ഉം ഒരു 8 ബിറ്റ് ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലോവർ ബിറ്റിനെ നമ്മൾ AL രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ ഹയർ ബിറ്റിനെ നമ്മൾ എവിടെ ചെയ്യും, AHലും സ്റ്റോർ ചെയ്യും. എന്ത് ചെയ്യും, ലോവർ ബിറ്റിനെ എവിടെ സ്റ്റോർ ചെയ്യും, ലോവർ ബിറ്റിന് നമ്മൾ AL രജിസ്റ്ററിലും പിന്നെ ഹയർ ബിറ്റിന് നമ്മൾ AH രജിസ്റ്ററിലും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് BXും CXും DXും ഒക്കെ 2 8 ബിറ്റ് രജിസ്റ്റേഴ്സായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 16 ബിറ്റ് രജിസ്റ്ററായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത്. ക്ലിയർ? ഇനി SB BP DP ഒക്കെ ഇതുപോലെ തന്നെ ഓഫ്സെറ്റ് അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓഫ്സെറ്റ് അഡ്രസ്സ് നമ്മൾ പറഞ്ഞു, കോഡ് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതാണ് IPയിൽ എന്ന് പറഞ്ഞു ഇല്ലേ. അതുപോലെ തന്നെ സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ BP, പിന്നെ ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ എന്താണ് SI, പിന്നെ എന്താ ഈ എക്സ്ട്രാ സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് DIയിലൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് ആ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഈ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എല്ലാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ബാക്കിയുള്ളത് ഒരു ALU ആണ് അല്ലേ. ALU എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഓൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ആരാണ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അരിത്തമെറ്റിക്കായിട്ടും ലോജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നതാണ് ALU ആണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഓപ്പറാൻഡ്സ് ആൻഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്ന ഫ്ലാഗ് രജിസ്റ്റേഴ്സും കൂടെ കാണിച്ചിട്ടുണ്ട്. ഈ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഓർ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈക്രോ പ്രൊസസ്സറിൽ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളത് എന്നുള്ളത് ഡിനോട്ട് ചെയ്യാനാണ് ഫ്ലാഗ് രജിസ്റ്റർ. അതായത് കറൻറ്റ് സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഫ്ലാഗ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ യൂണിറ്റ് എന്തിനാണെന്ന് വെച്ചാൽ, കൺട്രോൾ യൂണിറ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിച്ചു, ഏത് പ്രോസസ്സർ ആണെങ്കിലും അതിന് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് എന്ന് പറയുന്ന പോർഷൻ ഉണ്ടാകുന്നു. ഫെച്ച് ചെയ്യുന്നത് ആരാണ്, BIO ഫെച്ച് ചെയ്യും, കൺട്രോൾ യൂണിറ്റ് ഡീകോഡ് ചെയ്യും, എക്സിക്യൂഷൻ യൂണിറ്റ് എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ സിമ്പിളായിട്ട് പറയുന്നത്. ഇനി അതിനെ നമുക്ക് ഓരോന്നും പോയിൻ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇത് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ഓഫ് ഇൻറ്റൽ 8086 ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 യൂണിറ്റ്സ്. അപ്പം ഇൻറ്റേർണൽ ആർക്കിടെക്ചറിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റും പിന്നെ ആരാണ്, എക്സിക്യൂഷൻ യൂണിറ്റുമായിട്ട് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എക്സ്റ്റേണൽ മെമ്മറീനെയും IO ഡിവൈസസും ഒക്കെ ആയിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ചിത്രം നോക്കിയാൽ അറിയാം, ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഡാറ്റേനെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് പെർഫോം വേരിയസ് മെഷീൻ സൈക്കിൾ such as memory read, IO read, etc. to transfer data between memory and IO devices. മെമ്മറിയിൽ നിന്നും IO ഡിവൈസസിലൊക്കെ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഫങ്ഷൻസിന് ഷോർട്ടായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇറ്റ് ജനറേറ്റ് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ് ഫോർ മെമ്മറി ആക്സസ്. ഞാൻ പറഞ്ഞു അഡ്രസ് ജനറേഷൻ സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് ഫിസിക്കൽ മെമ്മറിയിൽ, എക്സ്റ്റേണൽ മെമ്മറിയിൽ അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നത്. അതാരാ ചെയ്യുന്നത്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ് ചെയ്യുന്നത്. ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തെടുക്കുന്നുണ്ട്. മൂന്നാമത്തത്, ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ഡാറ്റ ടു ആൻഡ് ഫ്രം ദ മെമ്മറി ആൻഡ് IO. മെമ്മറിയിൽ നിന്നോ മെമ്മറിയിലേക്കോ IO ഡിവൈസിൽ നിന്നോ IO ഡിവൈസസിലേക്കോ ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാരാണ്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഒരു 6 ബൈറ്റ് പ്രീഫെച്ച് ക്യൂ ഉണ്ട്. ആ ക്യൂവിനകത്ത് എന്ത് ചെയ്യും, ഡാറ്റാസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാരാണ്, ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. ഇനി അടുത്ത പോയിന്റ്, 8086 ഡസ് നോട്ട് ഹാവ് RAM or ROM ഇൻസൈഡ്.
8086-ൻ്റെ ഉള്ളിൽ എന്തില്ല, റാമും റോമും ഇൻറ്റേർണലായിട്ട് ഇല്ല. പക്ഷേ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ആണ് അതിനകത്തുള്ള ഇൻ്റർമീഡിയറ്റ് ഡാറ്റേനെയൊക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫൈനൽ റിസൾട്ടിനെയും ഇൻ്റർമീഡിയറ്റ് റിസൾട്ടിനെയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തിനകത്താണ്, ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സിനകത്ത്. അപ്പോൾ ഒരു ഇൻറ്റേർണൽ രജിസ്റ്ററിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് എത്ര ആ പ്രോസസ്സറിന് അറ്റ് എ ടൈമിൽ എത്ര ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 16 ബിറ്റാണ്. അപ്പോൾ അതിനർത്ഥം എന്താ, 16 ബിറ്റ് എന്ന് പറയുമ്പോൾ 16 ബിറ്റ് രജിസ്റ്റേഴ്സിന് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, 16 ബിറ്റ് ഡാറ്റേനെ അറ്റ് എ ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പറയുന്നത് 14 ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓരോന്നിൻ്റെ സൈസ് 16 ബിറ്റ് അല്ലെങ്കിൽ 2 ബൈറ്റ് ആണെന്ന് പറയുന്നു. ഇനി ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മെമ്മറീനെ എന്താക്കിയിട്ടുണ്ട്, മെമ്മറീനെ ഡിവൈഡ് ചെയ്തിട്ട് കോഡ് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അത് കോഡ് സെഗ്മെൻറ്റ്, ഡാറ്റ സെഗ്മെൻറ്റ്, എക്സ്ട്രാ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഓരോ സെഗ്മെൻറ്റിൻ്റെയും സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കും എന്തുള്ളത്, ഈ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിൽ ഉള്ളത്. ഇനി ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന് ഇപ്പോൾ നമ്മൾ ഇതൊരു കോഡ് സെഗ്മെൻറ്റ് മാത്രമാണെന്ന് വിചാരിക്കുക. കോഡ് സെഗ്മെൻറ്റ്, ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുക. നമ്മൾ കോഡ് സെഗ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ ഈ കോഡ് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇവിടെ ഒരു 70000 എന്നുള്ളതാണ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CS രജിസ്റ്ററിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, 70000 എന്നുള്ള സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഉണ്ടാവും. ഇനി ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിനകത്ത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ നിന്ന് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എവിടെയാണെന്നുള്ളതായിരിക്കും എവിടെ ഉണ്ടാവുക, ഇൻസ്ട്രക്ഷൻ പോയിന്റിൽ ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ 8000-ലാണെന്ന് വിചാരിച്ചു, അപ്പോൾ ഇവിടെ 8000 എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ഒന്ന് കൂടും, അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് എത്തും, പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് എത്തും, അങ്ങനെ എത്തും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൽ ശരിക്കും സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ നിന്ന് മാറിയിട്ട് എവിടെയാണ് ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ അത്രയുമുള്ള ആ അഡ്രസ്സായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ആ വാല്യൂവിനെയാണെന്ന് പറയുന്നത് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ നിന്ന് മാറിയിട്ട് ഇൻസ്ട്രക്ഷനിലേക്ക് എത്തുന്ന ആ ഡിഫറൻസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും 7000-ൽ മാറി 7000 സ്റ്റാർട്ടിംഗ് ആണ്, 8000-ലാണ് എത്തുന്നതെങ്കിൽ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്ത്, ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിനകത്ത്. അപ്പോൾ എന്താ ഉള്ളത്, കോഡ് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തത് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ഓരോ ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോഴും എന്താവും, അത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത്രയാണ് അതിനകത്ത് വരുന്നത്. ഇനി കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിനകത്ത് എന്താ ഉള്ളത്, കോഡ് സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ്സ് ആയിരിക്കും. അതുപോലെ ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്ററിനകത്ത് ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കും. ഓഫ്സെറ്റ് അഡ്രസ്സ് അല്ല, സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ്. കോഡ് സെഗ്മെൻറ്റിനകത്ത് എന്താ ഉള്ളത്, സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ കോഡ് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ. അതുപോലെ ഡാറ്റ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ എന്താ ഉണ്ടാവുക, ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. അതുപോലെ സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ എന്താ ഉള്ളത്, എക്സ്ട്രാ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. അപ്പം ഈ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിലൊക്കെ എന്താ ഉള്ളത്, മാറിപ്പോകരുത്, സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആയിരിക്കും എല്ലാത്തിലും ഉണ്ടാവുക സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സിൽ. ഓക്കെ, ഇനി അടുത്തത് അഡ്രസ് ജനറേഷൻ സർക്യൂട്ട്. അപ്പോൾ അഡ്രസ് ജനറേഷൻ സർക്യൂട്ടിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാലോ. ഇങ്ങനത്തെ ഷേപ്പിൽ കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, അതൊരു അരിത്തമെറ്റിക് സർക്യൂട്ടിൻ്റെ ഡയഗ്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അഡ്രസ് ജനറേഷൻ, ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. ഇനി ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെഗ്മെൻറ്റ് അഡ്രസ്സും ഇൻറ്റു 10 പ്ലസ് ഓഫ്സെറ്റ് അഡ്രസ്സും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. പിന്നെ ഒരു 6 ബൈറ്റ് പ്രീഫെച്ച് ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 6 ബൈറ്റ് പ്രീഫെച്ച് ക്യൂ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് 6 ബൈറ്റിനെയാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ആ ക്യൂവിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ 6 ഇൻസ്ട്രക്ഷനെ അല്ല എടുക്കുന്നത്, 6 ബൈറ്റിനെയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഓരോ ഇൻസ്ട്രക്ഷനും ഡിഫറെൻറ്റ് ബൈറ്റ് ആയിരിക്കും അല്ലേ. ചിലത് 1 ബൈറ്റ്, ചിലത് 2 ബൈറ്റ്, അങ്ങനെ കുറേ ബൈറ്റിന് വ്യത്യാസം ഉണ്ടാവും ഇൻസ്ട്രക്ഷന്. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 6 ബൈറ്റിനെയാണ് ആക്സസ് ചെയ്തെടുക്കുന്നത്. അതായത് ഏറ്റവും ലെങ്തി ആയിട്ടുള്ളതാണ് 6 ബൈറ്റ്. അത്രയും ബൈറ്റ് ഡാറ്റേനെയാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് 16 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ബൈറ്റിനെയാണ് അറ്റ് എ ടൈമിൽ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 16 ബിറ്റ് ഡാറ്റ വരുന്നത്. അപ്പോൾ
എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രീഫെച്ച് ക്യൂവിൽ ഡാറ്റേനെ എപ്പോഴും ഇൻസ്ട്രക്ഷനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫെച്ച് ചെയ്ത് വെക്കും. ക്യൂ എം ടി ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റേനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് 6 ബൈറ്റ് പ്രീഫെച്ച് ക്യൂ എന്ന് പറയുന്നത്. എന്നിട്ടോ അടുത്തത് എക്സിക്യൂഷൻ യൂണിറ്റ് എന്തൊക്കെയുണ്ട്, ഒരു ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, അത് 4 എണ്ണം ഉണ്ട് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഏതാണ്, AX BX CX DX. പിന്നെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് SB BP DI SI ഉണ്ട്, പിന്നെ ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് എക്സിക്യൂഷൻ യൂണിറ്റിലുള്ളത്. ഇനിയിപ്പോൾ എക്സിക്യൂഷൻ യൂണിറ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, fetches insertion from the queue in BAU, decodes and execute arithmetic and logical operation using ALU. അപ്പോൾ എന്താ ചെയ്യണത്, BAUവിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെന്ത് ചെയ്യും, ഡീകോഡ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്, എക്സിക്യൂഷൻ യൂണിറ്റാണ് ചെയ്യുന്നത്. ഇനി സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്, സ്റ്റാക്ക് പോയിൻ്റർ ഉണ്ട്, ബേസ് പോയിൻ്റർ ഉണ്ട്, സോഴ്സ് ഇൻഡെക്സ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്. അപ്പോൾ സ്റ്റാക്ക് പോയിൻ്ററിനകത്ത് എന്താ ചെയ്യുന്നത്, സ്റ്റാക്ക് സെഗ്മെൻറ്റിനെ പോയിൻ്റ് ചെയ്യാണ് സ്റ്റാക്ക് പോയിൻ്റർ ചെയ്യുന്നത്. അതിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബേസ് പോയിൻ്ററിനകത്ത് എന്താണുള്ളത്, ശരിക്കും ഈ സ്റ്റാക്ക് പോയിൻ്ററിനകത്ത് സ്റ്റാക്ക് ടോപ്പ് ആയിരിക്കും ഉണ്ടാകും. നിങ്ങൾ സ്റ്റാക്കൊക്കെ പഠിച്ചപ്പോൾ അറിയാം, സ്റ്റാക്കിൻ്റെ ടോപ്പ് അതാണ് ശരിക്കും എന്നുള്ള സ്റ്റാക്ക് പോയിൻ്ററിലുള്ളത്. പിന്നെ ബേസ് പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, സ്റ്റാക്ക് സെഗ്മെൻറ്റിലെ BP ഹോൾ ദ ഓഫ്സെറ്റ് അഡ്രസ് ഓഫ് എനി ലൊക്കേഷൻ ദ സ്റ്റാക്ക് സെഗ്മെൻറ്റിൻ്റെ ശരിക്കും ഓഫ്സെറ്റ് അഡ്രസ് എവിടെയാണ് ഉണ്ടാവുക, ഈ ബേസ് പോയിൻ്ററിനകത്ത് ഉണ്ടാവുക. സ്റ്റാക്ക് ടോപ്പ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, സ്റ്റാക്ക് പോയിൻ്ററിനകത്ത് ഉണ്ടാവുക. പിന്നെ സോഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്, ഡാറ്റ സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അഡ്രസ് ആയിരിക്കും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിൽ ഉണ്ടാകുന്നത്. പിന്നെ ഫ്ലാഗ് ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈക്രോ പ്രോസസ്സറിൻ്റെ സ്റ്റേറ്റ് കാണിക്കുന്നതാണ് ഫ്ലാഗ് ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഈ 6 ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ക്യാരി ഫ്ലാഗ്, പാരിറ്റി ഫ്ലാഗ്, പിന്നെ ഓക്സിലറി ക്യാരി ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, ഓവർഫ്ലോ ഫ്ലാഗ്. അപ്പോൾ ഓരോ അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും എന്താവും, ഈ ഫ്ലാഗ്സ് ചേഞ്ച് ചെയ്യും. പിന്നെ 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 16 ബിറ്റ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. AX BX CX DX എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ AX രജിസ്റ്റേഴ്സ് എന്താണുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറാൻസിനെയൊക്കെ ഹോൾഡ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള. CX രജിസ്റ്റർ നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് നമ്മളെന്ന് വെച്ചാൽ ഓഫ്സെറ്റ് അഡ്രസ് ഒക്കെ സാധാരണ BX രജിസ്റ്റർ ആയിരിക്കും. പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ റിസൾട്ടൊക്കെ AX രജിസ്റ്ററിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ CX രജിസ്റ്റർ കൗണ്ട് രജിസ്റ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ലൂപ്പൊക്കെ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൗണ്ടായിട്ട് CX രജിസ്റ്റർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ DX രജിസ്റ്റർ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റാണ്